ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സുഭാഷും അനിയന്മാരും അനിയത്തിയും കൂടെ വീട്ടിലോട്ട് തിരിച്ചു പോവുക. അപ്പോൾ കണ്ട പെണ്ണിനോട് സംസാരിച്ച കാര്യങ്ങളെ പറ്റിയും ഒക്കെ ഇങ്ങനെ ചോദിക്കുമ്പം പെണ്ണിന് ബെസ്റ്റി ഉള്ള കാര്യം സുഭാഷിനോട് പറഞ്ഞ കാര്യം സുഭാഷ് ഇവരോട് പറഞ്ഞ ഇവരൊക്കെ ഞെട്ടി. എന്താടാ? അപ്പം വണ്ടി ഓടിച്ചോണ്ട് സുധീഷ് സഡൻ വണ്ടിയൊക്കെ നിർത്തി. എന്താടാ എന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ ബെസ്റ്റിയോ? ആ ബെസ്റ്റി ബെസ്റ്റീന്ന് തന്നെയല്ലേ പറഞ്ഞതെന്ന് ചോദിച്ചു. ആ അതെ ബെസ്റ്റീന്നാ പറഞ്ഞേ. പിന്നെ അവനാ എന്നോട് കൂടുതൽ സംസാരിച്ചത്. അപ്പോൾ അത് ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചോദിച്ചതേ. അപ്പോഴാ ഈ ബെസ്റ്റി എന്നൊക്കെ പറഞ്ഞതെന്ന് പറയുമ്പോഴത്തേക്കും എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞ എല്ലാവരും തലയെ കൈവയ്ക്കുക. അപ്പോൾ എന്തായാലും കാര്യത്തിന് തീരുമാനമായി. ഈ ബെസ്റ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഇവരോട് എല്ലാവരോടും സുഭാഷ് ചോദിച്ചു. അപ്പോൾ ബെസ്റ്റി എന്ന് പറഞ്ഞപ്പോൾ എന്നാ നമ്മളോട് നികേഷൊക്കെ ഇങ്ങനെ ഇരിക്കുക. അതിപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്നൊന്ന് പറയാൻ പറഞ്ഞു. അത് പിന്നെ ചേട്ടാ, ഈ ഫ്രണ്ടിൻ്റെയും ബോയ് ഫ്രണ്ടിൻ്റെയും ഇടയിൽ വരുന്നൊരു കാറ്റഗറി അത് എന്ന് സുധീഷ്. എന്ന് വെച്ചാൽ ഇപ്പോൾ എന്നാ പറഞ്ഞ സുഭാഷ് ചേട്ടൻ ശരിക്കൊരു പാവം, അത് വിട്ടേക്കാൻ പറഞ്ഞു. എന്താണ് നികേഷേ? അതിപ്പോൾ വളരെ അടുത്ത ഒരു ഫ്രണ്ടായിട്ടാ അത് തന്നെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നികേഷ്. അപ്പോൾ വളരെ അടുത്ത ഫ്രണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ നിധി ഫോൺ എടുത്ത് ഇങ്ങനെ തപ്പിക്കൊണ്ട് അങ്ങനെ ഇരിക്കുക. എന്നിട്ട് ഫോൺ എടുത്ത് തപ്പിയിട്ട് നികേഷിൻ്റെ നേരെ ഇങ്ങനെ നോക്കി. അപ്പോൾ എന്നാടാ എന്ന് ചോദിച്ചേ. അപ്പോൾ സുധീഷേട്ടൻ തന്നെ നോക്കിയോളൂ ദാ എന്ന് പറഞ്ഞ് കാണിക്കാൻ പറഞ്ഞു. അങ്ങനെ നിധി അതെടുത്ത് ഇങ്ങനെ നോക്കി. എന്നിട്ട് സുധീഷും നികേഷും ഒക്കെ കണ്ടു. സുഭാഷ് മാത്രം ഇങ്ങനെ നോക്കിയിരിക്കാം. അപ്പോൾ ഈ സുധീഷ് ഇതൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ നമ്മുടെ സുഭാഷിനെ ഇങ്ങനെ എന്ന് പറഞ്ഞ് നോക്കുക കേട്ടോ. അപ്പോഴേക്കും എന്ന് പറഞ്ഞ് സുഭാഷ് ചോദിച്ചു. പറയരുതെന്ന് പറഞ്ഞുകൊണ്ട് നിധി സുധീഷിനോട് പറയാം. അപ്പോൾ സുധീഷ് ഇങ്ങനെ കിടന്ന് ബപ്പ അടിക്കുക പറയാൻ പറ്റാതെ. അപ്പോൾ ഫോൺ തരൂ എന്ന് പറഞ്ഞ് നികേഷ് ഫോൺ തിരിച്ചു മേടിച്ചു. അത് നിധിയുടെ കയ്യിലേക്കും കൊടുത്തു. ആ സമയത്ത് മൊത്തം ഫ്ലോപ്പായി ഇവർക്ക് മനസ്സിലായി. അങ്ങനെ പാവം സുഭാഷ് ഇങ്ങനെ ഒന്നും അറിയാതെ ഇരിക്കുക. അപ്പോൾ എന്താടാ, ഞാനിന്നേ വരെ ഒരു കുട്ടിയും ഇഷ്ടമില്ലെന്ന് പറഞ്ഞിട്ടുണ്ടോടാ എന്നിങ്ങനെ സുധീഷിനോട് ചോദിക്കുക സുഭാഷ്. പക്ഷേ ഇതുവരെ ആരും അതിനൊരു അവസരം തന്നിട്ടില്ലല്ലോ. അതിനു മുമ്പേ അവർക്ക് ഇഷ്ടമല്ലെന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ അല്ലേടാ എന്ന് സുധീഷ്. ഉണ്ടായിരിക്കാൻ നികേഷ് പറഞ്ഞു കേട്ടോ. എന്താ സുധീഷ് ഇത്? സുഭാഷ് ചേട്ടൻ എന്താ പറയുന്നതെന്ന് നോക്കാൻ പറഞ്ഞു. പറ സുഭാഷ് ചേട്ടാ എന്താന്ന് നിധി ചോദിച്ചു. അപ്പോൾ അത് കേട്ടപ്പം അതെ, ഒരു കുട്ടിയെ ഇഷ്ടമായില്ല എന്ന് പറയുന്നതാണ് എൻ്റെ വിചാരം. പക്ഷേ ഈ കുട്ടിയുടെ കാര്യത്തിൽ ഇഷ്ടമായില്ലെങ്കിൽ വേണ്ട, അത്രേ ഉള്ളൂ കാര്യം. അപ്പോൾ അതല്ലടാ, ആ കുട്ടി പറയുന്നത് എന്തൊക്കെയാണോ ഷോപ്പിംഗ്, ട്രിപ്പ്, ഫ്രണ്ട്സ്, ചിൽ പാർട്ടി, ഇതൊന്നും എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല എന്ന് സുഭാഷ് അന്നേരം പറഞ്ഞു. അപ്പോൾ ഇതെനിക്ക് വേണ്ടാന്ന് തോന്നുവാടാ എന്ന് സുഭാഷ് പറഞ്ഞപ്പോൾ വേണ്ടെങ്കിൽ വേണ്ട സുഭാഷ് ചേട്ടാ, അതിലിപ്പോൾ എന്താ കുഴപ്പമെന്ന് നിധി അന്നേരം ചോദിച്ചു. അതെ വേണ്ട, നമുക്കത് വിട്ടേക്കാമെന്ന് എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ തിരിച്ച് വീട്ടിലേക്ക് പോണു. വീട്ടിൽ ചെന്ന് രാത്രി ആയി കഴിഞ്ഞപ്പോൾ ജോലികളൊക്കെ ചെയ്യുന്നു. അടുക്കള ജോലികളൊക്കെ നിധിയും സുഭാഷും കൂടെ ചെയ്യുക. നിധി സുഭാഷിൻ്റെ കൂടെ എല്ലാം ചെയ്യുമ്പോൾ തേങ്ങ ചിരണ്ടി ഇത് മതിയെന്ന് പറഞ്ഞു. ഇത്രയും മതിയോ? ധാരാളം മതിയെന്ന് പറഞ്ഞു സുഭാഷ്. നീ ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ നിധി അവിടെ നിന്ന് പറഞ്ഞു വിട്ടു. നിധി അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ സുഭാഷ് അവിടെ അടുക്കളപ്പണിയൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നികേഷ് അവിടെ നിന്ന് എന്തൊക്കെ ഇങ്ങനെ ബോൾ തട്ടി കളിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ സുഭാഷ് ചേട്ടൻ എന്താ പറഞ്ഞതെന്ന് ചോദിച്ചു. ഈ ബെസ്റ്റ് എന്നു പറഞ്ഞാൽ ഹരീഷ് ചേട്ടനും അറിയില്ലെന്നാണ് പറഞ്ഞത്. അതെന്താണെന്ന് ചോദിക്കായിരുന്നു എന്ന് പറയുമ്പോൾ പ്രായം കുറവാണെങ്കിലും ഈ കാലത്തെ ട്രെൻഡൊന്നും ഹരീഷ് ചേട്ടനും വല്ല പിടിയില്ലെന്നേ എന്നൊക്കെ നമ്മുടെ നികേഷ് പറയാം. അതൊക്കെ നമ്മുടെ സുധീഷ് ചേട്ടൻ അറിയാത്ത ഉടായ്പ ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് നികേഷ്. അപ്പോൾ എടാ നികേഷ് എന്ന് പറഞ്ഞ സുധീഷ് ഇരിക്കുക. ഇതൊക്കെ കേട്ട് നീതി ചിരിച്ചു. എന്തായാലും ചോദിച്ചാലേ പറഞ്ഞു കൊടുത്തേക്കാം എന്ന് പറഞ്ഞിങ്ങനെ നികേഷ് പറയാം. അപ്പോൾ അതൊന്നും അല്ലടാ, ഈ ബോയ് ഫ്രണ്ടിനും ഇടയിലുള്ളൊരു സ്പേസ്, അതാണ് ഈ ബെസ്റ്റി. ഫ്രണ്ടിനേക്കാൾ കുറേ മുകളിലും എന്നാൽ ബോയ് ഫ്രണ്ടിനേക്കാളും കുറച്ച് താഴെയും. മനസ്സിലായോ എന്ന് സുധീഷ്. അതായത് ചില നേരങ്ങളിൽ ഫ്രണ്ടായും മറ്റു ചില നേരങ്ങളിൽ ബോയ് ഫ്രണ്ടായും ചില ബെസ്റ്റുകൾ പെരുമാറാറുണ്ട്. അല്ലടാ നികേഷ് എന്ന് ചോദിച്ചപ്പം അതെ കറക്റ്റാണോ പറഞ്ഞത്? അതായത് ഞാൻ വ്യക്തമായി പറഞ്ഞുതരാമെന്ന് പറഞ്ഞ നികേഷ് എന്ന് ഹരീഷിന് മുന്നിലിരുന്നു. ഈ ബെസ്റ്റ് ചിലപ്പോൾ ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ആളായി മാറും. ചിലപ്പോൾ ഒരു ഭയങ്കര ഇതായിട്ട് ഏതെങ്കിലും ഒരു പെണ്ണുമാണ് തമ്മിൽ കമ്മിറ്റഡ് ആണെന്ന് വിചാരിച്ചോ. അവൾക്കൊരു ബെസ്റ്റ് ഉണ്ടെങ്കിൽ അവനായിരിക്കും അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പാര. ആ ചെറുക്കൻ അവളിൽ നിന്ന് തുരത്താൻ വരെ ബെസ്റ്റിയെ ഇങ്ങനെ സഹായിക്കും. അതാണ് സംഭവം. എന്നാൽ ചില ബെസ്റ്റുകൾ അങ്ങനെയല്ല കേട്ടോ. അവർ ആ വാക്ക് സൂചിപ്പിക്കുന്നത് പോലെ നല്ല സ്നേഹിതരായിരിക്കും. അവരുടെ ജീവിതത്തിൽ എല്ലാം അറിഞ്ഞ് അവസാനം വരെ കൂടെ ഉണ്ടാകും. അതെയോ, അങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് ഹരീഷ്. പക്ഷെ അതത്ര ശരിയായ കാര്യമല്ലല്ലോ എന്ന് ഹരീഷ്. കല്യാണം കഴിഞ്ഞ് അവർക്കിടയിലുള്ള കാര്യം വേറൊരാൾ അറിയുന്നത് എന്തിനാണെന്ന് ഹരീഷ് ചോദിച്ചു. അതാണ് ഔട്ട് ഡെലിവറിയാണ് ഹരീഷേട്ടൻ എന്ന് പറയാൻ കാരണം. എൻ്റെ പൊന്ന് ഹരീഷേട്ടൻ ഇന്ന് അങ്ങനെയല്ല. ഈ ലവിലും റിലേഷൻഷിപ്പിലെ ഭയങ്കരമായ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞെന്നേ. ഓഹോ എടാ, അപ്പം നീയാണ് മാസ്റ്റർ അല്ലേ എന്ന് സുധീഷ് ചോദിക്കും. മൈക്ക് കൈമാറണമെന്ന് ചോദിച്ചു. വേണ്ട കണ്ടിന്യൂ എന്ന് നികേഷിനോട്.
ശ്രദ്ധിച്ച് കേട്ടോ. അതായത് ഒരാൾ എന്താ പറയുന്നത്, അപ്പോൾ അങ്ങനെയാന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ എന്തൊക്കെയോ ഡയലോഗുകളും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ നമ്മുടെ നികേഷ് ബെസ്റ്റി എന്താണെന്നും ബെസ്റ്റിയുടെ അർത്ഥം എന്താണെന്നൊക്കെ, അതുപോലെ ഇന്നത്തെ കാലത്തെ ലവ് സ്റ്റോറിയെ പറ്റിയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറയുക. അപ്പോൾ അങ്ങനെ നമ്മുടെ സുധീഷും നികേഷും ഹരീഷും ഒക്കെ കൂടെ ചേർന്നിരുന്ന് പ്രണയത്തെ പറ്റിയൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ കേട്ടെടുത്തോളം സുഭാഷ് ചേട്ടൻ അങ്ങനെ ഒരു കുട്ടി വേണ്ട എന്ന് ഹരീഷ് പറഞ്ഞു. അപ്പം അതെ, അത് കറക്റ്റാണെന്ന് നിധിയും പറഞ്ഞു. അവർ തമ്മിൽ ഒട്ടും ചേരില്ല എന്നും. സുഭാഷ് ചേട്ടന് ഒരാളെ എവിടെയോ ഉണ്ടെന്ന കാര്യം പറയാം നിധി. സുഭാഷ് ചേട്ടൻ നേരെ അടുക്കളയിൽ ജോലിയും ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോഴേക്കും പതുക്കെ ആരും കാണാതെ പാത്തും പതുങ്ങിയും നമ്മുടെ സുനന്ദ അടുക്കളയിലേക്ക് വന്നു. സുനന്ദ അടുക്കളയിലേക്ക് വന്നപ്പോഴേക്കും സുഭാഷ് ചേട്ടാന്ന് പറഞ്ഞ് വിളിച്ചു. സുഭാഷ് ഞെട്ടലോടെ ഇങ്ങനെ നോക്കി. അടുത്ത ഇടി എപ്പോഴാണ് വരുന്നതെന്ന് അറിയില്ലല്ലോ. ആ സമയത്ത് പതുങ്ങി എല്ലാവരും ഇങ്ങനെ ചെന്ന് നോക്കുക കേട്ടോ. സുനന്ദ വന്നത്. നീ എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നതെന്ന് സുധീഷ് ഓടിച്ചെന്ന് സുനന്ദയോട് ചോദിച്ചു. അതെ, എന്തിനാണ് ഇങ്ങോട്ട് വന്നേ എന്ന് ഹരീഷ് ചോദിക്കുക. സുഭാഷ് പാവം പേടിച്ച് വരച്ചിങ്ങനെ മിണ്ടാൻ നിൽക്കുക കേട്ടോ. അപ്പം ഹരീഷ് വേണ്ട, നിങ്ങൾ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു നിധി. അല്ല നിധി, ഇവള് ഞാൻ നോക്കിക്കോളാം, നിങ്ങൾ ചെല്ല എന്ന് പറഞ്ഞ് നിധി എന്നിട്ട് അവരെ അങ്ങോട്ടേക്ക് ഓടിച്ചു വിട്ടു. അപ്പോൾ സുനന്ദയാണെങ്കിൽ വന്നിങ്ങനെ അടുക്കള വാതിലിൽ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ സുഭാഷ് നീ എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നതെന്ന് ചോദിച്ചു. അപ്പോൾ സുഭാഷ് ഏട്ടനും അങ്ങനെയാണ് എന്നോട് ചോദിക്കുന്നത് എന്ന് സുനന്ദ ചോദിക്കുക. അന്ന് നീ ഇവിടെ വന്നപ്പോൾ ഉണ്ടായ സംഭവം എന്താണെന്ന് നിനക്ക് ഓർമ്മയില്ലേ? നിന്റെ അച്ഛനും അമ്മയും ഇവിടെ വന്നതും എന്നെ തല്ലിയതും പോലീസ് കേസായതൊക്കെ നിനക്ക് ഓർമ്മയില്ലേ എന്ന് ചോദിച്ചു. എൻ്റെ കാര്യം പോട്ടെ, ഒന്നും അറിയാത്ത എൻ്റെ അനിയന്മാരെ വരെ സ്റ്റേഷനിൽ കയറ്റിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ സുഭാഷ് ഏട്ടാ ആദ്യം ഇവള് വരും, പിന്നാലെ ഇവരുടെ അച്ഛനും അമ്മയും അമ്മാവനൊക്കെ വന്ന് സീനാക്കും, ഇറങ്ങി പോകാൻ പറയാനായിട്ട് സുധീഷ് ഇരുന്ന് പറഞ്ഞു. കാണുമ്പോഴേ എനിക്ക് കലി കയറുകയാണെന്നൊക്കെ പറഞ്ഞു. ഇത് കേട്ടപ്പം വീട്ടിൽ ആരുമില്ല, അച്ഛനും അമ്മയും പുറത്തു പോയിരിക്കുക, അച്ഛൻ വലിയ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു നമ്മുടെ സുഭാഷിനോട് നിധി. ആ സമയത്ത് അച്ഛൻ അവിടെ നിന്ന് പാട്ട് പാടിക്കൊണ്ട് വരും കേട്ടോ. സ്ഥാനമാനങ്ങളൊന്നും മോഹിക്കരുത് അങ്ങനെയൊക്കെ പറഞ്ഞു. അങ്ങനെ അച്ഛൻ വന്നപ്പം ആരും ഇല്ലാത്തത് കൊണ്ടാണ് ഞാനിങ്ങോട്ട് വന്നത്. എന്താണെന്നറിയില്ല, എനിക്ക് സുഭാഷ് ഏട്ടനെ കാണുമെന്ന് തോന്നി, മിണ്ടണമെന്ന് തോന്നിയെന്നും സുനന്ദ പറയുക. അതാ ഞാൻ ഇവിടേക്ക് വന്നതെന്നും. അപ്പോൾ അമ്മയ്ക്കും അച്ഛനും അമ്മയ്ക്കും പോരെന്നൊക്കെ പറഞ്ഞ പാട്ട് എന്തൊക്കെയോ പാട്ടൊക്കെ പാടിക്കൊണ്ട് നമ്മുടെ അച്ഛനും കയറി വരിക. അപ്പോൾ അതേ നമ്മുടെ സുനന്ദ ഇങ്ങനെ ഇവിടെ നിന്ന് ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുക. നീ വന്നത് നിൻ്റെ വീട്ടുകാരറിഞ്ഞാൽ അത് ഭയങ്കര പ്രശ്നമാകും, അതെല്ലാവർക്കും ബുദ്ധിമുട്ടാണ് സുനന്ദ, നീ പോകാൻ നോക്കാൻ സുനന്ദയോട് സുഭാഷ് പറഞ്ഞു. അപ്പോഴാണ് അച്ഛൻ കയറി വരുന്നത്, ഈ കാഴ്ച കാണുന്നത്. ഇത് കണ്ടപ്പോഴേക്കും എടീ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങ് ചെന്നില്ലേ അച്ഛൻ. പണി പാളി. ഓ പെരട്ട കഴുതേ, എന്താടി നിന്റെ തള്ള പൂതണ പറഞ്ഞിട്ടാണോടി നീ വന്നതെന്നൊക്കെ അച്ഛൻ ചോദിക്കുക. നീ മുമ്പേ പിന്നാലെ വന്ന് ഞങ്ങളെ നൈസായിട്ട് അങ്ങ് പോലീസ് സ്റ്റേഷനിൽ കയറ്റിക്കോളാന്ന് പറഞ്ഞോടി എന്നൊക്കെ ചോദിച്ചു. സുനന്ദ ഭയങ്കര കരച്ചില്. അച്ഛാ എന്ന് പറഞ്ഞ് നിധി വിളിച്ചപ്പം നീ മിണ്ടായിരിക്കും മോളെ എന്ന് പറഞ്ഞു. നിനക്കൊന്നും അറിയില്ല എന്ന് അച്ഛൻ നിധിയോട് പറയാം. നല്ല തല്ല് കിട്ടിയാലും ഇവളൊക്കെ പഠിക്കുമെന്നും പറഞ്ഞുകൊണ്ട് ചെല്ലു അച്ഛൻ. നിന്റെ അമ്മ പൂതനയും അച്ഛൻ കടോൽഖജനും അമ്മവൻ ശകടാസുരനും ഈ വീടുമായിട്ട് ഒരു ബന്ധമില്ലെന്ന് തീരുമാനിച്ചവരാ. ഞാനും അങ്ങനെ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിനിടയ്ക്ക് നീ മാത്രം സ്നേഹം കൂട്ടി ഇങ്ങോട്ട് വരണ്ട കേട്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഭാസ്കരൻ ഇങ്ങനെ പറയാം. അപ്പം അവരാരും ഒന്നും മിണ്ടുന്നില്ല. എൻ്റെ പിള്ളേരെ നിന്റെ അമ്മ സ്റ്റേഷനിൽ കയറ്റിയപ്പോൾ നീ വീടിനകത്ത് കയറി കുത്തിയിരിക്കല്ലായിരുന്നു ഓടി എന്ന് ചോദിച്ചു. ഞാനാണ് ആദ്യം ഇവിടേക്ക് വന്നത് പറയാൻ നിന്റെ കാലിൽ വീണ് അപേക്ഷിക്കണമായിരുന്നോടി ഞങ്ങളെന്ന് ചോദിച്ചു. എന്ത് ധൈര്യത്തിലാണ് ഇപ്പം നീ ഇങ്ങോട്ട് കയറി വന്നതെന്നൊക്കെ അച്ഛൻ സുനന്ദയോട് ചോദിക്കാം. നിന്ന് കരയാ സുനന്ദ, ഭയങ്കര കരച്ചില്. അങ്ങനെ കരഞ്ഞ് നിലവിളിച്ച് തകർന്ന് തരിപ്പണമായിട്ട് നിൽക്കുന്നു. ആദ്യമൊക്കെ നിന്നെ കാണുമ്പോൾ എനിക്കൊരു പാവമാണല്ലോ എന്ന് തോന്നിയിരുന്നു. ഇപ്പം എനിക്ക് സംശയമുണ്ട് നീ മനഃപൂർവ്വം ഞങ്ങളുടെ കുടുംബത്തെ ചതിക്കാൻ വരുന്നതാണോ എന്ന്. അപ്പോൾ ഞാനല്ല ഭാസ്കര മാമ. ഭാസ്കര മാമ ഇനി മാമനും കൂമനൊന്നും ഇല്ല, ഇറങ്ങടി പുറത്ത് എന്ന് പറഞ്ഞുകൊണ്ട് സുനന്ദയെ അച്ഛൻ ഇറക്കി വിടുക. നിന്നോട് പുറത്ത് പോകാനാ പറഞ്ഞതാ. ഇനി ഓരോ തവണ കൂടി നീ വീട്ടിൽ കയറി വന്നാലുണ്ടല്ലോ നിന്റെ അച്ഛനും അമ്മാവനും ഒക്കെ എന്നെപ്പറ്റി പറഞ്ഞ് നടക്കുന്ന ചില സ്ഥിരം പലവയുണ്ടല്ലോ, അത് നീ നേരിട്ട് കാണും കേട്ടോ. അപ്പം അച്ഛൻ മതിയെന്ന് സുഭാഷ് പറയുമ്പോൾ മതി നിർത്തണമെന്ന് പറഞ്ഞു അച്ഛൻ മോനോട്. എടാ നിന്നെ നന്നാക്കാനല്ലടാ നിന്നെ ഇല്ലാണ്ടാക്കാനാടാ ഇവളുടെ വരവെന്ന് അച്ഛൻ മകനോട് പറഞ്ഞു കൊടുക്കുക. അച്ഛാ എന്നും പറഞ്ഞ് നിധി വിളിച്ചു. അങ്ങനെ പറയരുതെന്നും പറഞ്ഞ്. അപ്പോൾ ആദ്യം ഇവളോട് ഇവിടുന്ന് ഇറങ്ങിപ്പോകാൻ പറയാൻ പറഞ്ഞു. നേരെ ഇരട്ടി ഒളിച്ചും പാത്തോളൂ വന്നോളും. എൻ്റെ വായിൽ നിന്ന് ഇനി കെട്ടത് എന്തെങ്കിലും കേൾക്കുന്നതിന് മുമ്പ് ഇറങ്ങി പോടിയെന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛൻ സുനന്ദ അവിടെ നിന്ന് വഴക്ക് പറഞ്ഞ് ഇറക്കി വിടുക. സുനന്ദ അങ്ങ് പോയപ്പോൾ ഇവർക്ക് എല്ലാവർക്കും ഭയങ്കര വിഷമമായി. അത് കഴിഞ്ഞ് പിന്നെ നിധിയും അതുപോലെ നമ്മുടെ സുധീഷും കൂടി ഇങ്ങനെ ഒരു നൈറ്റ് ഡ്രൈവിന് ഇറങ്ങിയിട്ട് നിധി ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുക. താൻ എന്താണൊന്നും മിണ്ടാതെ നിൽക്കുന്നതെന്ന് സുധീഷ് ചോദിച്ചു. അല്ല സുധീഷ് ഞാൻ ആലോചിക്കുമായിരുന്നു എന്ന് പറഞ്ഞു. എന്താലോചിക്കുമായിരുന്നെന്ന്? അല്ല സുനന്ദ വന്നു പോയില്ലേ, ആ കാര്യത്തെപ്പറ്റി അവൾക്ക് വേണ്ടി എന്താ ഇത്ര ആലോചിക്കാനുള്ളത്? ഇത് പറയാനാണ് എന്നെയും കൂട്ടി പുറത്തേക്ക് വന്നത്. ഇയാളത് വിട്ടേക്കാൻ സുധീഷ് പറയാം. അതൊന്നും പറഞ്ഞിട്ട് കാര്യമുള്ള കാര്യമല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു കാര്യം ചെയ്താലോ? എന്ത് കാര്യം? കാറിലൊന്ന് കറങ്ങി വരാനാണോ? ഞാൻ റെഡി ആട്ടോ എന്ന് സുധീഷ്. അതൊന്നും അല്ല,
പിന്നെ ആരും അറിയാതെ സുനന്ദയുടെയും സുഭാഷേട്ടൻ്റെയും കല്യാണം നമുക്ക് നടത്തിയാലോ എന്ന് ചോദിച്ചു. താൻ എന്തൊക്കെയാണ് പറയുന്നതെന്ന് പറഞ്ഞിട്ട് ഒറ്റ ചിരി സുധീഷ്. എടോ തനിക്കിത് എന്താ പറ്റിയേ? കല്യാണം നടത്തുന്നത് എത്ര നിസ്സാരമായിട്ടാണോ ചോദിക്കുന്നത്? കൊള്ളാലോ താൻ. അതൊക്കെ വലിയ ചെറിയ കാര്യമായിട്ടാണോ താൻ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? അങ്ങനെയല്ലേ അത്? കല്യാണം കഴിക്കാൻ പോകുന്നവർക്ക് പരസ്പരം ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അത് പോരെ എന്ന് ചോദിച്ചു. അപ്പോൾ നമ്മുടെ സുധീഷ് ഇങ്ങനെ നോക്കാം. ഞാൻ സീരിയസ് ആയിട്ടാണ് പറഞ്ഞേ. ഞാൻ സുനന്ദ എങ്ങനെയെങ്കിലും അമ്പലത്തിൽ എത്തിച്ചോളാം, നമുക്ക് അവിടെ വെച്ച് കല്യാണം നടത്തിയാലോ എന്നൊക്കെ ചോദിക്കാം. അവർക്ക് രണ്ടുപേർക്കും പരസ്പരം ഇഷ്ടമാണ്, അപ്പം നമ്മളത് കാണാതെ പോകരുത് എന്നൊക്കെ പറഞ്ഞ് നിധി ഇങ്ങനെ സുധീഷിനോട് പറയാം. അപ്പം അത് താൻ പറഞ്ഞത് കറക്റ്റാണ്. പക്ഷേ തിരുവനന്തപുരത്തേക്ക് പോകണം, അവിടെ ചെന്ന് ജോലി നോക്കാമെന്നൊക്കെ ഒരു പ്രതീക്ഷ എനിക്ക് നിങ്ങൾ തന്നതല്ലേ. പക്ഷേ അങ്ങനെ ഒരു ഹോപ്പ് കൊടുക്കാൻ സുനന്ദയ്ക്ക് ആരും ഇല്ല എന്നുള്ള കാര്യം പറയാം. ഇഷ്ടപ്പെടാതെ കല്യാണം കഴിക്കേണ്ടി വന്ന അവളുടെ ജീവിതം കൂടി കഷ്ടത്തിലാകുമെന്ന കാര്യം നിധി പറയാം. എൻ്റെ ഒരു കൂട്ടുകാരിയെ വീട്ടുകാരങ്ങനെ കല്യാണം കഴിപ്പിച്ചിട്ട് 2 മാസം അവൾ തികച്ച അയാളുടെ കൂടെ ജീവിച്ചില്ല എന്നും നിധി സുധീഷിനോട് പറയാം. സുനന്ദ ഇന്ന് വന്ന് പറഞ്ഞത് ഓർത്തിട്ടാണ് താൻ എങ്ങനെയൊക്കെ സംസാരിക്കുന്നതെങ്കിൽ അതങ്ങ് വിട്ടേക്കാൻ സുധീഷ് പറയാം. അതിലൊന്നും വലിയ കാര്യമില്ല എന്നും അവളിത് കാലങ്ങളായിട്ട് ചെയ്യുന്ന കാര്യമാണ്. കല്യാണം കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ അവൾ പിന്നെ ഈ ഭാഗത്തേക്കേ വരാൻ പോകുന്നില്ല എന്ന് സുധീഷ് നിധിയോട് പറഞ്ഞു. അത് കേട്ടപ്പോൾ നിധിക്ക് ആകെ ഒരു സങ്കടം. വെറുതെ ഇയാളിതൊന്നും ആലോചിച്ചു മനസ്സ് വിഷമിപ്പിക്കാൻ നിൽക്കണ്ട കേട്ടോ, അത് വിട്ടേക്കാൻ പറഞ്ഞു. അങ്ങനെ സുധീഷ് കുറേ പിന്തിരിപ്പിക്കാൻ നോക്കി. പക്ഷേ നിധി അതിൽ നിന്നൊന്നും പിന്മാറാൻ തയ്യാറായില്ല. അവരെ കല്യാണം കഴിപ്പിച്ചേ അടങ്ങുമെന്ന് പറഞ്ഞ് നിധി ഇങ്ങനെ നിൽക്കുക. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ നിധി നമുക്കൊന്ന് ശ്രമിച്ചു നോക്കുന്നതിൽ തെറ്റില്ലല്ലോ എന്ന് പറഞ്ഞ് സുധീഷിനെ സമ്മതിപ്പിച്ചു. പിറ്റേ ദിവസം അമ്പലത്തിൽ ചെന്നു. നിധി അമ്പലത്തിൽ ചെന്നതുപോലെ തന്നെ സുനന്ദയും അമ്പലത്തിൽ വന്നു. അങ്ങനെ തൊഴുത് രണ്ടുപേരും പരസ്പരം കാണുവാട്ടോ. അപ്പോൾ നിധിയെ കണ്ടപ്പോൾ സുനന്ദ അങ്ങോട്ടേക്ക് വന്നു. തൊഴുതിട്ട് വാ, എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ടെന്ന് നിധി സുനന്ദയോട് പറയാം. ഞാൻ തൊഴുത് കഴിഞ്ഞതാണെന്ന് സുനന്ദ പറഞ്ഞു കേട്ടോ. അതെ, എനിക്ക് പറയാനുള്ളത് സുഭാഷേട്ടൻ്റെ കാര്യമാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ സുനന്ദയും നിധിയും കൂടി ഈ ഒരു കാര്യത്തെപ്പറ്റി സംസാരിക്കുകയാണ്. അതുപോലെ ഇനി വരുന്ന കല്യാണത്തിനെ പറ്റിയൊക്കെ സുനന്ദ ഇങ്ങനെ നിധിയോട് പറഞ്ഞു. നിനക്ക് എന്ത് വേണം? നിൻ്റെ ജീവിതത്തിൽ നിനക്ക് സുഭാഷേട്ടനെ വേണമെന്ന് നിധി ചോദിക്കാം. നിൻ്റെ ജീവിതത്തിന് എന്താണ് ശരിയെന്ന് നിശ്ചയിച്ച് നീ തന്നെ ഒരു തീരുമാനം എടുക്കണമെന്ന്, നിനക്ക് ഇഷ്ടപ്പെട്ട ആളുടെ കൂടെയാണ് നീ ജീവിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞ് നിധി സുനന്ദയോട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് സുനന്ദ ആ ഒരു മൈൻഡിലേക്ക് കൊണ്ടുവന്ന് ഇങ്ങനെ നിർത്തിച്ചിരിക്കുന്നു. ഇനി സുനന്ദയുടെ തീരുമാനമാണ് പ്രധാനപ്പെട്ടത്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ കഥ അവസാനിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണേ. എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥമേ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. സ്വീകരിക്കാൻ ബൈ ബൈ, ടാറ്റാ.